श्रीगौरी वक्त्रपद्मार्का श्रीविघ्नेशा गजानना उत्तिष्ठ सुरसम्पूज्या त्रैलोक्यं पालनम्. ഇന്നലെ നമ്മുടെ പാലക്കാടൻ വേല അത് ഇന്നാണ് മറപ്പുലിക്കാവ് വേല, വടക്കത്തൂർ വേല, പുത്തൂര് വേല, തേക്കാട് വേല, മലമ്പുഴ വേല, നെന്മാറ വല്ലിക്ക് വേല, കണ്ണമ്പറ വേല, ചെമ്മട്ടി വേല, ഓങ്ങാട് വേല, രാമശ്ശേരി കുമ്മാട്ടി, അല്ലേപ്പുള്ളി കുമ്മാട്ടി, മുണ്ടൂര് കുമ്മാട്ടി, പുതുശ്ശേരി വെടി, മണ്ണാർക്കാട് പൂരം, ചിറ്റൂർ കൊങ്ങമ്പട. നെല്ലറയുടെ നാട് ഇത് നന്മയുള്ളൊരു നാട്, നെല്ലറയുടെ നാട് ഇത് നന്മയുള്ളൊരു നാട്. കരിമ്പന ചേലിലാടും നാട് പാലക്കാട്, കരിമ്പന ചേലിലാടും നാട് പാലക്കാട്. താനന തന്നാനേ 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 താനന തന്നാനേ. വേലപ്പൂരം ആഘോഷത്തിനും കേൾവി കേട്ട നാട്, വേലപ്പൂരം ആഘോഷത്തിനും കേൾവി കേട്ട നാട്. മണപ്പുള്ളിക്കാവിലമ്മ വാഴുന്നൊരു നാട്, മണപ്പുള്ളിക്കാവിലമ്മ വാഴുന്നൊരു നാട്. താനന തന്നാനേ താനന തന്നാനേ താനന തന്നാനേ താനന തന്നാനേ താനന തന്നാനേ താനന തന്നാനേ താനന തന്നാനേ. ഇത് കരിമ്പനകളുടെ കാറ്റുപാടുന്ന പാലക്കാടൻ മണ്ണ്. ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന രായിരനെല്ലൂർ മലയുടെ നാട്. അന്ന് മലമുകളിലേക്ക് കല്ലുരുട്ടി കയറ്റിയ നാറാണത്ത് ഭ്രാന്തൻ അർത്ഥശൂന്യമായ മനുഷ്യപ്രവൃത്തികളെ നോക്കിയാണ് ചിരിച്ചതെങ്കിൽ ഇന്ന് സ്വാർത്ഥതയും അഴിമതിയും കപടനാട്യങ്ങളും നിറഞ്ഞ ഈ ആധുനിക സമൂഹത്തെ നോക്കി അയാൾക്ക് ഉറക്കെ കരയേണ്ടി വരും. കാരണം ചുറ്റും നടക്കുന്ന അനീതികൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന നമ്മളാണോ, അതോ സത്യം വിളിച്ചു പറയുന്ന അദ്ദേഹമാണോ ഭ്രാന്തൻ? മാറുന്ന കാലത്തിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പാലക്കാടൻ ഉത്സവപ്പറമ്പിൽ ഒരു കിടിലൻ നാടക റിഹേഴ്സൽ. പാലക്കാടൻ വീര്യത്തോടെ ഇതാ ആ ചരിത്രം ഇവിടെ പുനർജനിക്കുന്നു. നാറാണത്ത് ഭ്രാന്തൻ 2.0 ബൈ ടീം പാലക്കാട്. പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ, 12 രാശിയും നീറ്റുമമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ. എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണത്തിമിരമില്ല. ഇതെന്തത് ഇവിടെ ആരെയും കാണാനില്ലല്ലോ? ആ ബിനുവോടെ എടാ നാറാൻ തോന്നന്റെ പേര് കളയണ്ട. എടാ ബിനു, നീ ആ കല്ലുരുട്ടിട്ട് മലേന്റെ മുകളിലേക്ക് കേട്ടടാപ്പാ. എന്താ ചക്കൻ ഇങ്ങോട്ട് പാങ്ങട് ആക്ഷൻ. ഓഹോ, ഇവർ എന്റെ ജീവിതമാണോ കാണിക്കാൻ പോകുന്നത്? കൊള്ളാം, ഞാനൊന്ന് കാണട്ടെ. നിക്ക് 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 നിക്ക്, എമ്മാതിരി പോസ്റ്ററാടാ ഇത്. ഇങ്ങനെ കല്ലെടുത്താൽ വല്ല നടുവേദനയും വരും. ഡെഡ് ലിഫ്റ്റ് ചെയ്യുമ്പോ നട്ടല് വിളയ്ക്കാൻ പാടില്ല. എടാ ജിം പൗഡറെ, ഇത് നാടകമാണടാ, അല്ലാതെ നിന്റെ ജിമ്മല്ല. ഡയറക്ടർ സാറേ, അവൻ അവിടെ നിന്നൊന്ന് മാറ്റൂ. എല്ലാരും ഉണ്ടല്ലോ. രമണ, ഓ ഉത്സവം പ്രമാണിച്ച നാടകത്തിന്റെ റിഹേഴ്സൽ ആയിരിക്കും. അല്ല, ഇതാരാ? കുറുപ്പ് മുതലാളിയോ? ഓ, ഇന്നലെ ഭഗവാന് സ്വർണം സമ്മാനിച്ചു അല്ലേ? ഈ നാട് മൊത്തം മൊബൈൽ ഫോണില് മുതലാളിയെ കുറിച്ചാ സംസാരം. അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശി, ഇത് ചെറുത്. വലുത് കൊടുക്കാൻ നോക്കിയിട്ട് നമ്മുടെ അടുത്തുള്ള കടകളിൽ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് കിട്ടിയത് ഭഗവാന് കൊടുത്തു, അത്ര തന്നെ. സുഖല്ലേ മുത്തശ്ശി? പ്രായം എത്ര ആയിട്ടും അനങ്ങിയിട്ടില്ലല്ലോ. സാറേ വല്ലതും തരണം സാറേ, 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് വല്ലതും തരണം സാറേ. എന്താ രാമൂത്, കണ്ടില്ലേ നീ? ആളിലാണ് മാറ്റി നിർത്ത്.
രാമോ അപ്പൊ പോയല്ലോ അല്ലേ? കുറച്ചു നേരം നാടകം കാണാം അല്ലേ? എല്ലാരും ഉണ്ട്. അതാണ്. നമുക്ക് നാടാൻ കാണാം. ചായ ചായ ചായ. നിനക്ക് ചായ വേണടാ? ഔതാരത് പോകുന്നത് വസന്തയാ. കണ്ടിട്ട് കുറെ ആയല്ലോ. അവിടെ പഴയ ആളാണ്. ഇപ്പൊ 4 കുട്ടികളൊക്കെ ആയിട്ട് എന്താ ചുരിദാറും കമ്മീസും അവിടെ വേഷപ്പോഴും മാറിയിട്ടൊന്നും ഇല്ലേട്ടാ. നടക്കില്ല. ആ വത്സലേ, ബസ്സൊക്കെ ഫ്രീ ആയപ്പോ നേരത്തെ എത്തിയല്ലോ. സുഖല്ലേ നിനക്ക്? എന്താ പിള്ളേരെ കാണിക്കുന്നത്? വീഴുവടാ. മനസ്സിലേ, സർക്കാർ ബസ്സൊക്കെ സൗജന്യ യാത്ര ആയപ്പോ കറക്കം ഫുൾ ടൈം ഉണ്ടോ പഴയ പോലെ? ഉണ്ടെങ്കിൽ നമ്മളെയൊക്കെ ഒന്ന് ഓർക്കണേ. നോക്കണം കേട്ടോ. ഓ ഇല്ല കുറുപ്പ് മുതലാളി, ആദ്യത്തെ പോലെയുള്ള മൈലേജ് ഒന്നും ഇല്ല ഇപ്പൊ. പഴയ കാലമൊക്കെ ഓർമ്മ വരികയാണ് വയസ്സിലെ. എന്തൊക്കെ കാണിച്ചതാ നമ്മള്. മനസ്സിലെ കാണുമ്പോ കുളിര് പോലെയാണ്. ഇത് എന്തൊക്കെയാണ് നിങ്ങൾ കാട്ടുന്നത്? കുട്ടപ്പൻ ചേട്ടാ, നിങ്ങളാണ് അടുത്ത സീനത്തെ നാട്ടുകാരെ. എന്താ ഇയാള് വന്ന് ഡയലോഗ് പറയുന്നു മനുഷ്യ? എടവനാന്താ, നിനക്ക് ഇത്രയും വലിയ കല്ലുരുട്ട എവിടെ നിന്നാടാ ഇത്രയും സ്റ്റാമിന? നീ വല്ല MDMA കഞ്ചാവ് അടിച്ചിട്ടുണ്ടോ? ഈ കല്ലിന്റെ ഉള്ളിൽ നീ വല്ലതും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? എനിക്ക് വെക്കണം. നീ ഒന്ന് മാറിയേ. അയ്യോ കുട്ടപ്പ, കല്ല് തൊടല്ലേ. അത് വല്ല ബോംബുണ്ടെങ്കിലോ ഇപ്പോഴത്തെ പിള്ളേരെ വിശ്വസിക്കാൻ പറ്റില്ല. ഇതിപ്പോ വലിയ പാടായല്ലോ. ഈ കല്ല് മലമുകളിൽ എത്തിക്കാൻ ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സ്ത്രീകൾക്കുള്ള സൗജന്യ KSRTC ബസ് യാത്രയുള്ളതല്ലേ? ലക്ഷ്മിയെ, നമുക്ക് 2 പേർക്കും ഈ കല്ലും മടിയിൽ വെച്ച് ബസ്സിൽ കയറി മലമുകളിൽ കൊണ്ടുപോയി വെച്ചൂടെ? രാഷ്ട്രീയക്കാർ തരുന്ന ആനുകൂല്യം നമ്മൾ ഉപയോഗിക്കണം. എന്റെ ഭഗവാനെ, അപ്പൊ നമുക്ക് ഈ നാടകം ഒന്നൊന്നും തീർക്കണ്ട. അടുത്ത കാളി ദേവി പറഞ്ഞ സീനാണ്. എവിടെയായി സുജാത? കാലത്ത് തൊട്ട് നോക്കുകയാണല്ലോ. എടി സുജാത മകളെ, നീ കാളിന്റെ വേഷം കെട്ടി സ്റ്റേജിലേക്ക് കയറി വാടിയമ്മ. അതാ എവിടെയാവള്? ഹലോ ഫ്രണ്ട്സ്, ബ്രേക്കിംഗ് ന്യൂസ്. നമ്മുടെ നാടകത്തിലെ കാളി ദേവിയാകാനിരുന്ന സുജാത ഇന്നലെ ഒരു അപ്പുറത്തെ വീട്ടിലെ ബൈക്കുകാരന്റെ കൂടെ ഒളിച്ചോടി പോയ ഗൈസ് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ വന്നിട്ടുണ്ട്. ഗൈസ്, അപ്രതീക്ഷിതമായിട്ടാണ് ആ സംഭവം നടന്നിരിക്കുന്നത്. എന്റെ ഈശ്വര, ഒളിച്ചോടിയോ? നാടകം തുടങ്ങാൻ 6 മണിക്കൂർ ഉള്ളപ്പോഴാണ് അവൾക്ക് ഒളിച്ചോടാൻ തോന്നിയത്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം. ആര് ഒളിച്ചോടിയാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. നാടകം ഇന്നിപ്പോ ഇവിടെ നടക്കണം, മനസ്സിലായില്ലേ? എവിടെയാ ഹരി? എവിടെ? എടാ കാളിക്ക് പോര് ഹരി, നീ ആ സാരി കൊടുത്തിട്ട് സ്റ്റേജിൽ കയറ്. എന്താണ്ട നോക്കി നിൽക്കണേ? കയറി നീ തകർക്കണേ നമുക്ക്. ഓട് ഓട്, തുമ്മുന്ന് കയറാപ്പാ. മാനെ പ്രാന്ത, നിനക്ക് എന്ത് വരം വേണം? ദേവിയെ, ഈ നാട്ടിലെ ലഹരി മാഫിയെ മാറ്റണ്ട. രാഷ്ട്രീയക്കാരുടെ സൗജന്യ വാഗ്ദാനങ്ങളും എനിക്ക് വേണ്ട. ഈ ഒളിച്ചോടുന്ന പിള്ളേർക്ക് നല്ല ബുദ്ധിയും കൊടുക്കണ്ട. എന്റെ ഇടത്തെ കാലിലെ മന്ത് മാറ്റി എന്റെ വലത്തെ കാലിലേക്കൊന്ന് ആക്കി തന്നാൽ മതി. അത് മാത്രം മതി. ഓ, വർക്ക് ഫ്രം ഹോം കളഞ്ഞ് ഞാൻ ഈ നാടകത്തിന് വന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഈ മണ്ടന് ശരിക്കും പ്രാന്ത. മന്ത് മൊത്തം മാറ്റിയാ പോരെ? ഓ, മന്ത് മാറ്റിയാ പണിക്ക് വേണ്ടി വരും അല്ലേ? അപ്പൊ ശരിക്കും വേണ്ട ഞാനാ. എന്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാൻ ആലോചിച്ചില്ല. അതെന്താ രമണ ഈ നാറാണത്ത് പ്രാന്തന് ഇങ്ങനെ പറയാൻ കാരണം? പിന്നെ എങ്ങനെ പറയണം? അല്ല കുറുപ്പ് മുതലാളി, ശരിയല്ലേ? നമ്മുടെ നാട് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? ഇനിയിപ്പോ ഇതിനൊരു മാറ്റം ഉണ്ടാവുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് പറയാനും പറ്റില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ശരിക്കും ഭ്രാന്ത് പറയണതേ നാനാമത്തെ ഭ്രാന്തനാണ്, അല്ല നമ്മളെല്ലാവർക്കും ആണ്. എന്താണ്, ശരിയല്ലേ? അയ്യോ, എല്ലാവരും ഇത് നോക്കിയേ. നമസ്കാരം, പൊളിച്ചെടുക്കൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. നാടിന് നടക്കിയ മോഷണം. പ്രമുഖനായ നമ്മുടെ കുറുപ്പ് നേതാവ് ഇന്നലെ ക്ഷേത്രത്തിൽ സമർപ്പിച്ച 50 പവന്റെ സ്വർണ്ണക്കിരീടം രാത്രിക്ക് രാത്രി മോഷണം പോയി. കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ ശശി തത്സമയം ചേരുന്നു. ശശി, എന്താണ് അവിടുത്തെ അവസ്ഥ?
അതെ, ഇവിടെ വലിയ ബഹളമാണ്. കിരീടം മോഷ്ടിച്ച കള്ളനെ നാട്ടുകാർ പിടികൂടിയിട്ടുണ്ട്. എന്നാൽ കള്ളൻ പിടിക്കപ്പെട്ടതിന് വിഷമത്തില്ല, മറിച്ച് വലിയൊരു സങ്കടത്തിലാണ് പൊട്ടിക്കരയുന്നത്. നമ്മൾ കള്ളനോട് തന്നെ ചോദിക്കാം. എടാ കള്ള, എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത്? മോഷിച്ചത് മുതലല്ലേ? എന്റെ പൊന്നു സാറേ, എന്നെ കൊന്നാലും ഈ നാണക്കേട് മാറ്റാൻ പറ്റില്ല. നിങ്ങൾക്കറിയോ, എന്റെ അപ്പനും അമ്മേ കള്ളന്മാരായിരുന്നേ. ഇതുവരെ മോഷ്ടിച്ചതൊക്കെ ശരിക്കും ഒറിജിനൽ തന്നെയാണ്. പക്ഷെ നോക്ക്, ഇതിപ്പോ എന്ത് പറ്റി വാസു? സ്വർണ്ണക്കിരീടം തന്നെയല്ലേ മോഷ്ടിച്ചത്? പറയോ, ക്യാമറയുടെ മുന്നിൽ നോക്കി പറയോ. എന്ത് സ്വർണ്ണം? ഇവിടെ ചങ്ങാതി ഇത് പക്ക മുക്ക് കൊണ്ടതാണ്. അത് വിൽക്കാൻ വേണ്ടിട്ട് ഉരുക്കാൻ കൊണ്ടുപോയപ്പോഴേ ആ തട്ട എന്നെ നോക്കി ചിരിക്കുക. കള്ളന്മാരുടെ വില കളയാൻ വേണ്ടിട്ട് ഓരോ മഹാഭാവി എളുപ്പമുഖന്മാര് ഇറങ്ങിക്കോളൂ. ഗക്ക് നട്ടമര്യാദ കിട്ടണം, ഇല്ലെങ്കിലേ ആ കേസ് കൊടുക്കും. കഷ്ടപ്പെട്ട് കക്കാൻ പോണത് മുക്ക് കൊണ്ട കിട്ടാൻ വേണ്ടി. ഇന്നലെ പത്രക്കാർക്ക് മുന്നിൽ നിന്നും കിരീടം സമർപ്പിച്ച പ്രമുഖൻ തോർത്തിട്ട് മുങ്ങാൻ നോക്കുന്നു. സാർ നിൽക്കൂ സാർ. എന്താണ് ഈ മുക്കുകൊണ്ടത്തെ കുറിച്ച് സാർക്ക് പറയാനുള്ളത്? ഒന്ന് വിവരിക്കാൻ പറ്റുമോ സാർ? പ്ലീസ് സാർ, പറയൂ സാർ. അത് നിങ്ങൾക്ക് കാര്യം അറിയില്ല ശശി. ഭഗവാന് സ്വർണത്തിനോടൊന്നും ആർത്തിയില്ല, ഭക്തിയാണ് വലുത്. അതാ ഞാൻ മുക്കുവണ്ടം കൊടുത്തത്. പിന്നെ ഈ സ്വർണ്ണ വില വെച്ച് നോക്കുമ്പോ എന്നാലും ഇതിന്റെ പുറത്ത് ഞാനൊരു നല്ല ഒന്നാന്തരം സ്വർണം പൂശിയിരുന്നല്ലോ. ചതിച്ചതാ എന്നെ, സ്വർണ്ണപ്പണിക്കാരൻ ചതിച്ചതാ. രാമോ, അതെ, എനിക്ക് ഇത്തിരി ധൃതിയുണ്ട്. ഞാൻ വന്നു. ഇപ്പോൾ കിട്ടിയ വാർത്ത. ഇവിടെ തന്നെ അയൽവാസിയോടൊപ്പം ഓടിപ്പോയ സുജാതയുടെ സ്വർണ്ണാഭരണങ്ങളും പണങ്ങളും കയ്യിലാക്കി കാമുകൻ സുജാതയെ വഴിയിൽ ഉപേക്ഷിച്ചു കടന്നു കളഞ്ഞിരിക്കുന്നു. ക്യാമറമാൻ കുട്ടപ്പനോടൊപ്പം ശശി, പൊളിച്ചെടുക്കൽ ന്യൂസ്. താങ്ക് യു. ഒരു നിമിഷം ശശി, ഏറെ ദുഃഖകരമായ ഒരു വാർത്ത കൂടി ലഭിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പ്രമുഖന്റെ വീടിന്റെ വെറും 2 കിലോമീറ്റർ അകലെ പടിയൊരു കൊച്ചുകുടിലിൽ ഇന്ന് രാവിലെ 3 മൃതദേഹങ്ങൾ കണ്ടെത്തി. ഒരു അച്ഛനും അമ്മയും അവരുടെ 6 വയസ്സുള്ള ചെറിയൊരു കുട്ടിയും. ആത്മഹത്യയല്ല, കൊലപാതകവുമല്ല. മരണകാരണം പട്ടിണിയാണ്. അതെ, തുടർച്ചയായി 4 ദിവസം ഒരു നേരം പോലും ഉണ്ണാൻ വകയില്ലാതെ, ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ സമൂഹത്തോട് എനിക്കൊരു ചോദ്യമുണ്ട്. കല്ലിൽ തീർത്ത വിഗ്രഹങ്ങളിൽ ചാർത്താൻ ലക്ഷങ്ങൾ കൊടുത്ത് സ്വർണ്ണ കിരീടം, അത് മുക്കുകൊണ്ടമാണെങ്കിൽ കൂടി സമർപ്പിക്കാൻ ഇവിടെ ആളുകളുണ്ട്. ആ വാർത്ത ആഘോഷിക്കാൻ പത്രങ്ങളുണ്ട്, ക്യാമറകളുണ്ട്, ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. പക്ഷേ തൊട്ടടുത്ത് ജീവൻ തുടിക്കുന്ന മനുഷ്യർ വിശന്ന് വലയുമ്പോൾ, ആ കുഞ്ഞൊരു നേരത്തെ ഭക്ഷണത്തിനായി കരഞ്ഞപ്പോൾ അവർക്കൊരു പൊതി ചോറ് നൽകാൻ ഇവിടെ ആരുമുണ്ടായില്ല. ദൈവങ്ങൾക്ക് സ്വർണ്ണ കിരീടമല്ല വേണ്ടത്. ഈ ഭൂമിയിലെ മനുഷ്യരുടെ വിശപ്പകറ്റുന്നതാണ് യഥാർത്ഥ ഈശ്വര പൂജ. മുക്കുപണ്ടം കൊടുത്ത് ഭഗവാനെ പറ്റിക്കുന്ന പ്രമുഖർക്കും അതുകണ്ട് ഭക്തിമൂത്ത് കൈയടിക്കുന്ന നമുക്കും ഈ പട്ടിണി മരണം വലിയൊരു നാണക്കേടാണ്. കള്ളൻ വാസുവിന് മുക്കുപണ്ടം കിട്ടിയതിനേക്കാൾ വലിയ നാണക്കേട്. ആദ്യം മനുഷ്യനാകാം, വിശക്കുന്നവന് അന്നം നൽകാം. വിഗ്രഹങ്ങളെ സ്വർണം അണിയിക്കുന്നതിനേക്കാൾ പുണ്യം ഒരു മനുഷ്യന്റെ വിശപ്പകറ്റുമ്പോഴാണ് ലഭിക്കുന്നത്. വിശക്കുന്നവന്റെ മുഖത്തെ പുഞ്ചിരിയാണ് യഥാർത്ഥ ഈശ്വരൻ. പരസ്പരം സ്നേഹിക്കുന്ന ഒരു സമൂഹം വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മനോഹരമായൊരു നൃത്തത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. മഹാഗണപതി महागणपतिं मनसा स्मरामि, महागणपतिं मनसा स्मरामि, महागणपतिं मनसा स्मरामि, महागणपतिं मनसा स्मरामि, वसिष्ठवामदेवादिवन्दितं महागणपतिं. പിടിക്കുന്നതാരാന്നേ തീയാടാൻ തിറയാടാൻ മാണിക്ക കവിലുറഞ്ഞാടാൻ ഓനാന്ന് ഓനാന്ന് എത്തു പിടിക്കണതോനാന്ന് നേരാന്നേ നേരാന്നേ
വെളുപ്പിന് വന്നതവനാന്നേ മണ്ണാന്ന് മണ്ണാന്ന് വന്ന് വിളയണ മണ്ണാന്ന് പോയോരും വന്നോരും ചോര പൊടിച്ചൊരു മണ്ണാന്ന് കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറ പറയണ നിറയട്ടെ കതിര കണ്ടാരോ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറ പറയണ നിറയട്ടെ കതിര കണ്ടാരോ കണമുണ്ടത്തി പരലിന്റെ കണ്ടു ചല ചലമ പോട്ട് മാനത്ത് പറകണ ചമ്പരന്തിന്റെ കണ്ണു ചല ചലകി പോട്ട് കണ്ണു ചല ചലകി പോട്ട് മലകിലെ തക്കം മരത്തിലെ കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ കണ്ണേ താമരേ കാതിൽ തേന്മഴേ കണ്ടം പൂട്ടടി പൂഞ്ചോലേ പാടം പൂത്തതറിഞ്ഞോടി പൂവരമ്പിൽ വാടി കന്നി മണന്തേ നാടൻ കാറ്റു കിതച്ചോടും ചാറ്റിറമ്പിൽ കൂടാം കാട്ടുകരിമ്പേ പിന്നെ പകുതിക്ക് വെച്ച് നിർത്തരുത്. അതിനുള്ള കമ്പി സിമന്റ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അർപ്പണിറങ്ങാൻ മതിട്ടോ. കണ്ടില്ലേ കാണികള് ത്രില്ലടിച്ച് നിൽക്കണേ.